ആരുമില്ലേ? ആരുമില്ലേ? എന്റെ ഇവിടെ നിന്നെങ്കിലും ഒരു ഓർഡർ കിട്ടിയാൽ മതിയായിരുന്നു. ഹലോ മാഡം, എക്സ്ക്യൂസ് മീ. ഹലോ, ഇവിടെ ആരുമില്ലേ? എക്സ്ക്യൂസ് മീ മാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എവിടെന്നാ പറയൂ. അല്ല മാം, ഇവിടെ വേറെ ആരും ഇല്ലേ? അപ്പൊ ചേട്ടൻ എന്നെ കാണുന്നില്ലേ? ഞാനെന്താ ഇവിടത്തെ എല്ലാം തോന്നുന്നുണ്ടോ? അല്ല അതല്ല, കുട്ടിയല്ലാതെ അച്ഛനും അമ്മയോ അവരാരെങ്കിലും ഒന്ന് വിളിക്കാവോ? അതെന്താ, ചേട്ടന് അച്ഛനോടും അമ്മയോടും എന്തെങ്കിലും പറയാമെന്നാണോ? വലഞ്ഞല്ലോ തേവരെ. അല്ല ഞാനീ H&H കമ്പനിന്ന് വരുവാ. അപ്പോ ഈ പ്രൊഡക്റ്റ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താന്ന് വിചാരിച്ചായിരുന്നേ. അത് പരിചയപ്പെടുത്താൻ ഞാൻ വേറെ കേട്ടാ. അതല്ല, ചേട്ടൻ അച്ഛനും അമ്മയ്ക്കും മാത്രം സാധനങ്ങളൊക്കെ പരിചയപ്പെടുത്തുള്ളൂ. ആകെ കുഴഞ്ഞല്ലോ ഭഗവാനെ. അല്ല കുട്ടി, അതുകൊണ്ടല്ല. ഞാൻ ഈ പെൺകുട്ടികളോട് അധികം അങ്ങനെ സംസാരിക്കാറില്ല. മാത്രമല്ല, എങ്ങനെയാ സംസാരിക്കാന്ന് എനിക്കൊട്ടും നിശ്ചയമില്ല. ചേട്ടാ, ഞാൻ കുട്ടിയൊന്നുമല്ല. അല്ലെങ്കിൽ തന്നെ ഇവിടെ എല്ലാരും കൂടി എന്നെ കുട്ടിയാക്കിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പൊ ചേട്ടന്റെ ആകെ പുറത്തുനിന്ന്. ഇപ്പൊ ചേട്ടൻ എന്നോട് സംസാരിക്കണില്ലേ, അതുപോലെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞാൽ മതി. എന്റെ കുട്ടി പിന്നെ അല്ല, പിന്നെ എങ്ങനെ ഞാൻ സംബോധന ചെയ്യണ്ടേ? ഇതൊന്നും എനിക്കൊരു വശമില്ല. അല്ലെങ്കിലും ഞാനൊരു ഇൻട്രോട്ടാന്നാ എല്ലാരും പറയണേ. ഇല്ലത്തെ ദാരിദ്ര്യം കൊണ്ടാ കുട്ടി, അല്ല സോറി, ഇല്ലത്തെ ദാരിദ്ര്യം കൊണ്ടാ ഞാൻ ഈ പണിക്ക് ഇറങ്ങിയതേ. അല്ലാതെ എന്നെ കൊണ്ട് ഇതൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. അതെ, എന്നെ പേര് വിളിച്ചാൽ മതി, ലക്ഷ്മി. അതെ ചേട്ടാ, ഈ ഇൻട്രോവേർട്ട് എന്നൊക്കെ പറയണതേ നമുക്ക് തന്നെ മാറ്റാവുന്നതേ ഉള്ളൂ. ചേട്ടനൊരു സെയിൽസ്മാൻ അല്ലേ, ഇത് ചേട്ടന്റെ ജോലി. അപ്പൊ പിന്നെ അങ്ങോട്ട് ഇടിച്ചു കയറി സംസാരിക്കണം, എന്നാലല്ലേ സെയിൽസ് നടക്കുള്ളൂ. അതൊക്കെ ശരിയാ. പക്ഷെ ആളുകളെ കാണുമ്പോ എന്റെ കാലിടിക്കും, കൈ വിറക്കും, തൊണ്ട ഇടറും. പ്രത്യേകിച്ച് പെൺകുട്ടികളെ. പിന്നെ എന്റെ പേര് വിഷ്ണു എന്നാണേ. എന്റെ വിഷ്ണു ചേട്ടാ, ഞങ്ങൾ ഈ പെൺകുട്ടികളെ ആരെയും പിടിച്ച് തിന്നാറൊന്നുമില്ല, ആരെയും ഉപദ്രവിക്കാറുമില്ല. അല്ല അതുകൊണ്ടല്ല, പിന്നെ എനിക്കിതാരും പറഞ്ഞു തന്നിട്ടുമില്ല. അല്ല പിന്നെ ഞാനില്ലത്ത് അമ്മയോടും മുത്തശ്ശിയോടും അല്ലാതെ വേറെ ആരോടും അങ്ങനെ സംസാരിക്കാറില്ലേ. ഇത് തന്നെയാ കുഴപ്പം. ഇനി അതൊക്കെ അങ്ങോട്ട് മാറണം. ഇപ്പൊ ചേട്ടൻ ഇത്ര നേരം എന്നോട് സംസാരിച്ചില്ലേ, അതുപോലെ അങ്ങോട്ട് എല്ലാരോടും സംസാരിച്ചാ മതി. എന്നാലല്ലേ ചേട്ടന്റെ ജോലി നടക്കുള്ളൂ. ഇല്ലത്തെ ദാരിദ്ര്യം മാറണ്ടേ? പിന്നെ വേണം. പിന്നെ ഇപ്പൊ സംസാരിച്ചത് ലക്ഷ്മി എന്നോട് സംസാരിച്ചോണ്ടാട്ടോ. ഇനിയിപ്പൊ ആരും മിണ്ടിയില്ലെങ്കിലും ചേട്ടൻ സംസാരിക്കണം. എന്താ പറ്റണെന്ന് നമുക്കൊന്ന് നോക്കാലോ. ചേട്ടൻ ധൈര്യമായിട്ട് സംസാരിക്കേ, വെറുതെ അല്ലല്ലോ, ചേട്ടന്റെ ജോലിയല്ലേ. അതുകൊണ്ട് ധൈര്യമായിട്ട് കോൺഫിഡൻസോടുകൂടി എല്ലാരോടും സംസാരിക്കേ. ആരാ പറഞ്ഞേ ഇയാള് കുട്ടിയാന്ന്? ഇപ്പൊ ഇത്ര നേരം കൊണ്ട് ഇന്നെ തന്നെ അങ്ങ് മാറ്റിയില്ലേ. എനിക്ക് എല്ലാവരോടും സംസാരിക്കാന്നുള്ള ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ട്, നല്ല കോൺഫിഡൻസും ഉണ്ട്. അപ്പൊ ലക്ഷ്മിക്കുട്ടി, അല്ലാട്ടോ ലക്ഷ്മി ടീച്ചറെ, നമുക്ക് കാണാട്ടോ. ഞാൻ ഉറപ്പായിട്ടും വരുന്നുണ്ട്. ആള് സ്മാർട്ടായില്ലോ. അപ്പൊ എന്നെ പ്രൊഡക്റ്റ് ഒന്നും പരിചയപ്പെടുത്തണില്ലേ? പിന്നില്ലേ, ഞാൻ നോക്കി.